പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ മാന്താന എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറേമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഈശോ അവനോട് അരുൾ ചെയ്തു, യോഹന്നായുടെ പുത്രനായ ശിമയോനെ, നീ അനുഗ്രഹീതൻ. എന്തെന്നാൽ മാംസവും രക്തവുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം താൻ മിശിഹായാണെന്ന് ആരോട് പറയരുതെന്ന് അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ പ്രോ ലൈഫിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ഒരു സന്യാസ സ്റ്റേഷനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, അദ്ദേഹം വാർദ്ധക്യത്തിൽ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ ഓൾറെഡി തിരഞ്ഞെടുത്തുവെന്ന്. ഇത് മതപരമായ രംഗത്ത് ബിസിനസ് രംഗത്തുമുള്ള ഒരു ടെർമിനോളജിയാണ് സക്സഷൻ പ്ലാൻ. അതായത് തങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ തങ്ങളുടെ സംഘടന അല്ലെങ്കിൽ തങ്ങളുടെ മതപരമായ പ്രസ്ഥാനം തുടർന്ന് ആര് നടത്തിക്കൊണ്ട് പോകും എന്നുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ നടത്തിയ ഒരു സക്സഷൻ പ്ലാനാണ്. ആ സക്സഷൻ പ്ലാനിന്റെ പല സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, ഒരു ഫീഡ്ബാക്ക്. ഇത്രയും നാളും തന്റെ മിനിസ്റ്റർ തീരാറായി, 3 വർഷം കഴിഞ്ഞു. ഇത്രയും നാളുകൊണ്ട് ആളുകളുടെ ഫീഡ്ബാക്ക് എന്താണ് ഈശോയുടെ പ്രവർത്തനത്തെ കുറിച്ച്. രണ്ടാമത്, അവരിലെ ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് എന്താണ്. ആ ശിഷ്യന്മാരിൽ ആരാണ് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, അവനായിരിക്കും തന്റെ പിൻഗാമിയായിട്ട് തന്റെ പ്രതിനിധിയായിട്ട് ആ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോവുക. ഇവിടെ ഈശോ ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? 10 കൽപ്പനകൾ എത്രയാണ് എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ചോദ്യം. അതായത് ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരമുണ്ട്. മനുഷ്യപുത്രൻ എന്ന് ഈശോ പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് മിശിഹായാണ്. കാരണം ദൈവപുത്രൻ എന്നത് ജനങ്ങൾ ഈശോയെ കുറിച്ച് പറയുന്നു, ഈശോ തന്നെ കുറിച്ച് പറയുന്നത് താൻ മനുഷ്യനായി ജനിച്ച ദൈവപുത്രനാണ്. ആ അർത്ഥത്തിലാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, ആളുകൾക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടാണ്. ചിലർക്ക് കാര്യം കാണാൻ വന്നപ്പോൾ നീ ദാവീദിന്റെ പുത്രനാണ്, നീ മിശിഹായാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊതുവെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് നീ യോഹന്നാൻ മാന്താനായാണ്. കാരണം യോഹന്നാൻ മാന്താനായുടെ ചില പ്രത്യേകതകൾ, ഒരു ഫേഷ്യൽ ലുക്ക് ഉണ്ട്. കാരണം ഇവർ റിലേറ്റീവ്സ് ആണ്, കസിൻസ് ഒക്കെയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ മാന്താനായ പോലെ തന്നെ ആണ് നീയും പഠിപ്പിച്ചത്. ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, ജ്ഞാനസ്നാനം 2 പേരും കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിൽ അവർക്ക് തന്നെ സാമ്യമുണ്ട്. ഹെറോദോസ് രാജാവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വധിച്ച ആ യോഹന്നാൻ മാന്താന പുനർജനിച്ചിരിക്കുന്നതാണോ ഇവൻ എന്നുവരെ സംശയിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ പറയുന്നു ഇവൻ യോഹന്നാൻ മാന്താനയാണെന്ന്. വേറെ ചിലര് പറയുന്നത് ഇവന് എലിയ പ്രവാചകനാണ്. കാരണം എലിയ പ്രവാചകൻ മരിച്ചവരെ ഉയർപ്പിച്ച സംഭവം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം വർദ്ധിപ്പിച്ച സംഭവമുണ്ട്. അതുപോലെ തന്നെ ഈശോയിൽ 4000 പേർക്കും 5000 പേർക്കും അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അതുകൊണ്ട് അവരുടെ ചൈതന്യം ഇവരിൽ വന്നിട്ടുണ്ട്. മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നല്ലവനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും അവരുടെ അരൂപി വേറൊരാളെ പ്രവേശിച്ച് ആ ആളിനെ പോലെ തന്നെ പെരുമാറും. അങ്ങനെയാണ് ചിലർ പ്രേതബാധ ഉണ്ടായിരുന്നു, അവരെ ഈശോ ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിശുദ്ധരായ ആളുകൾ ചിലപ്പോൾ അവരുടെ ചൈതന്യം മറ്റു ആളുകളിലൂടെ നിർഗമിക്കും. അതുകൊണ്ടാണ് എലിയ പ്രവാചകൻ മിശിഹായ്ക്ക് മുന്നോടിയായിട്ട് വരുമെന്നും അതുകൊണ്ട് തന്നെ യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ ഒരു മേശ എലിയായ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യും. അവിടെ ഒരു ഗ്ലാസ്സിൽ വീഞ്ഞു വെച്ചിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കും. കാരണം എലിയ പെസഹ ആചരണത്തിൽ വരും, അതിന് തുടർന്ന് മിശിഹ വരുമെന്നുള്ള അവരുടെ കാഴ്ചപ്പാടിലാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞു, വേറെ ചിലർ പറഞ്ഞത് ജെറേമിയ പ്രവാചകനാണ്. കാരണം ജെറേമിയ പ്രവാചകൻ ഈശോയെ പോലെ അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തെ
ധാരാളം ആളുകൾ പീഡിപ്പിക്കുകയുണ്ടായി, റിജക്ട് ചെയ്യുകയുണ്ടായി, വിമർശിക്കുകയുണ്ടായി, അദ്ദേഹം വിലപിക്കുകയുണ്ടായി. ഈശോയും ലാസർ മരിച്ചപ്പോൾ വിലപിച്ചു, ജെറുസലേം ദേവാലയത്തെ ഓർത്ത് വിലപിച്ചു. അങ്ങനെയുള്ള ചില സാമ്യങ്ങളുണ്ട്. അതുകൊണ്ട് അവന്റെ ഏരിയ പ്രവാചകനായ അവന്റെ അരൂപിയാണ് അവരിലുള്ളത് എന്ന് ചിലർ പറയുന്നു. ഇനി വേറെ ചിലർ പറയുന്നു അവരൊരു പ്രവാചകനാണ്, കാരണം ദൈവത്തിന്റെ വചനമാണല്ലോ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനമില്ലെങ്കിൽ മറ്റാർക്കും ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് നിക്കോദേമോസും മറ്റു പല ആളുകളും ഈശോയോട് പറയുന്നതായി നാം കാണുന്നുണ്ട്. അപ്പൊ ഈശോ പറഞ്ഞു ഇതൊക്കെ ഭാഗികമാണ്, കൃത്യമായ ഒരു ഉത്തരമായിട്ടില്ല. അപ്പോഴാണ് ശിഷ്യന്മാർ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നു, കാരണം അവർ മനസ്സിലാക്കിയിട്ട് വേണം ഈശോയ്ക്ക് അവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് പോകാൻ. അപ്പോഴാണ് അവരുടെ പ്രതിനിധിയായിട്ട് ശമയോൻ പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ ആകുന്നു. ഇതിൽ ഓരോ വാക്കുകൾക്കും, ബൈബിളിലെ ഓരോ വാക്കുകളും വളരെ പ്രസക്തമാണ്. ഒരു കൈകാര്യം ഒരു കല്ലടത്തിയെടുത്താൽ അതിന് ബലക്ഷയം ഉണ്ടാകുന്ന പോലെ ബൈബിളിലെ ഓരോ വാക്കിനും അതിൻ്റെതായ ബലമുണ്ട്, അതിൻ്റെതായ അർത്ഥമുണ്ട്. ഇവിടെ സംഭവം നടക്കുന്നത് കേസറിയ ഫിലിപ്പി പ്രദേശത്താണ്. എന്നാൽ ഈ കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് പലസ്തീനയുടെ ഏറ്റവും നോർത്തിലുള്ള ബോർഡറാണ്. ഹെർമോൻ മലയുടെ താഴ്വരയിൽ ലെബനോണിന്റെയും സിറിയയുടെയും അതിർത്തിയിലുള്ള ഡാൻ എന്ന് പറയുന്ന പഴയ നഗരത്തിന്റെ സ്ഥലത്താണ്. അതിന് ഹെർമോൻ മലയുടെ മുകളിൽ നിന്ന് മഞ്ഞ് വീണിട്ട് അതിന്റെ വിടവുകളിലൂടെ സ്നോ താഴേക്ക് പോയി ഉരുകി വെള്ളമായിട്ട് അത് ഒരു ഗുഹയിലൂടെ വെളിയിലേക്ക് വരും. അവിടെ നിന്നാണ് ജോർദാൻ നദി ആരംഭിക്കുക. ആ ഗുഹയെ കുറിച്ച് പറയുന്നത് നരക കവാടം എന്നാണ്. കാരണം അത് പാതാളത്തിലേക്ക് പോകുന്ന ഗുഹയാണ്. കാരണം അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇവിടെ ഈ നരക കവാടത്തിലേക്ക് അതിന് ആണെന്ന് മാത്രമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അതാണ് പഴയ സങ്കല്പം, നരകത്തിന്റെ കവാടം അവിടെയാണ്. അപ്പൊ ആ ഭാഗത്താണ് ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. കേസറിയ ഫിലിപ്പി എന്ന പേര് പറയാനുള്ള കാരണം അക്കാലത്തെ ചക്രവർത്തിയായിരുന്ന കേസറിയ സീസർ രാജാവിന്റെ പേരിൽ ബഹുമാനാർത്ഥം ഫിലിപ്പ് രാജാവ്, അതായത് മഹാനായ ഹെറോദോസ് രാജാവിന്റെ ഒരു മകനാണ് ഫിലിപ്പ്. ആ ഫിലിപ്പോസ് അദ്ദേഹത്തിന്റെ അന്നത്തെ ചക്രവർത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചക്രവർത്തിയുടെ പേരിട്ടുകൊണ്ട് ചക്രവർത്തിയുടെയും രാജാവിന്റെയും ഒരു പേര് ചേർത്താണ് കേസറിയ ഫിലിപ്പി എന്ന പേര് വന്നത്. ആ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് ധാരാളം വിഗ്രഹാരാധനയുണ്ട്. ഡാൻ എന്ന് പറയുന്ന പാൻ എന്ന് പറയുന്ന ഗ്രീക്ക് ദൈവത്തിന്റെ ആരാധനയുണ്ട്. അങ്ങനെയുള്ള വിഗ്രഹാരാധനയുള്ള ജീവിക്കുന്ന ദൈവങ്ങളല്ല, മരിച്ച ദൈവങ്ങളുടെ പ്രതിമകളുള്ള നരകത്തിന്റെ കവാടവുമുള്ള ആ പ്രദേശത്താണ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോ പോയി. ഏകാന്തതയ്ക്ക് വേണ്ടി കൂടിയാണ്. അവിടെ വെച്ചാണ് ഈശോ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ, കാരണം ഇവിടെയുള്ളതെല്ലാം മരിച്ച ദൈവങ്ങളാണ്, കൽപ്രതിമകളൊക്കെയാണ്. എന്നാൽ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്, നീ മിശിഹായാണ്, അതായത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രക്ഷകനാണ് എന്ന് ഈശോ പറയുകയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത് മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത്. മാംസം രക്തം എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആരും മനുഷ്യരല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത്, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി തന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പത്രോസിനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന്റെ പ്രതിനിധിയായി മാറുകയാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നീ പത്രോസ് ആകുന്നു. പത്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ യോർദാനിൽ ചെല്ലുമ്പോൾ പെട്ര കാണാറുണ്ട്. വളരെ മനോഹരമാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് പോലും ചിത്രീകരിക്കപ്പെടുന്നതാണ്. കാരണം മല പിളർന്നിട്ട് മനോഹരമായ റെഡ് റോക്ക് കൊണ്ട് ഉള്ള സ്വാഭാവികമായിട്ടുള്ള മനോഹരമായ ഒരു പ്രദേശമാണ്. അതിനെ പറയുന്നത് പെട്ര എന്നാണ്. പക്ഷെ പെട്ര എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനിൻ ഫോമാണ്. അപ്പൊ അതിന് മാസ്കുലിനാണ് പത്രോസ്, പെട്രോസ് എന്ന് പറയുക. അപ്പൊ നീ പത്രോസ് ആണെന്ന് പറഞ്ഞാൽ നീ റോക്കാണ്, നീ പാറയാണ്. ഈ പാറമേ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും. ഇത് വെറും ഭൗതികമായ പാറയെ കുറിച്ചല്ല പറയുക. നിനക്കാണ് വിശ്വാസത്തിന്റെ ആ സ്ഥിരത എല്ലാമായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസ സ്ഥിരതയുള്ളതിന്മേലാണ് ഞാൻ സഭയെ സ്ഥാപിക്കുക. കാരണം ഇവിടെ കാറ്റുതി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ഇങ്ങനെയൊക്കെ വന്നാലൊന്നും ഇളകിപ്പോകാൻ പാടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസവും ഈ പാറമേൽ അധിഷ്ഠിതമായിരിക്കണം. കാരണം ചിലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകും, ഓളങ്ങൾ ഉണ്ടാകും, കാറ്റാനും ആഞ്ഞടിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മക്കളായിരിക്കും ലഭിക്കുക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രായം ചെന്ന മാതാപിതാക്കന്മാരുടെ പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കുകയില്ല. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, അനാരോഗ്യം ഉണ്ടാകും. ഇതൊക്കെ വന്നാലും വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരപ്പെട്ട് നിൽക്കുവാൻ സാധിക്കണം. അതാണ് നമ്മുടെ പത്രോസ്ലിഹായുടെയും യൂദാസ്ലിഹായുടെയും മറ്റ് എല്ലാ അപ്പസ്തലന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ കാണുക. അവരൊക്കെ പത്രോസ് അതിന്റെ മാർപ്പാപ്പായ ആയെങ്കിലും അദ്ദേഹത്തെ എന്തുമാത്രം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. അവസാനം കുരിശില് മരിക്കുന്നതായിട്ട്, അതുപോലെ തന്നെ തലകീഴായിട്ട് അദ്ദേഹത്തെ വധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഏതാണ് നരക കവാടം? നരക കവാടത്തിലാണ് നിൽക്കുന്നത്. അതായത് അന്നത്തെ ആഗോള
വഴി ആരംഭിക്കുന്ന ഹെർമോൻ മലയുടെ അടിയിൽ നിന്ന് വരുന്ന ഈ ഒരു കവാട ഗുഹ പുള്ളിലാടി പോയിട്ടുള്ളവർ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ നരകത്തിന്റെ കവാടങ്ങൾ നിന്നെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, ഇന്ന് സഭയ്ക്കെതിരായിട്ട് മെത്രാന്മാർക്കെതിരായിട്ടും ഒക്കെ ആഞ്ഞടിക്കുന്ന പല മീഡിയകളും പല പ്രതിസന്ധികളും 2000 കൊല്ലമായിട്ടുമുണ്ട്, അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇനിയും ഉണ്ടാവും. പക്ഷേ ഇതൊന്നും കണ്ട് നിങ്ങൾ ആരും ചഞ്ചലപ്പെടേണ്ട. ഈ നരക കവാടങ്ങൾക്ക് ഇതിനെ നശിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. കർത്താവിനെ കൊല്ലാൻ സാധിച്ചു, പക്ഷേ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളായാലും സഭയിലെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ ഈശോ പറയുകയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ, സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ എടുത്തത്. എന്നാൽ ഈ താക്കോൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാം, പള്ളിയില് കൈകാരന്മാരായിട്ട് ചാർജ് എടുക്കുമ്പോൾ പഴയ കൈകാരന്മാർ താക്കോൽ കൊണ്ടുവന്ന് പള്ളിയുടെ നടയിൽ വെക്കും. അതിനുശേഷം പുതിയ കൈകാരന്മാർക്ക് താക്കോൽ കൊടുക്കും. അതിന്റെ അർത്ഥം ഇത് തുറക്കാനും അടയ്ക്കാനും ഉള്ള അധികാരം നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്. ഇത് പഴയ നിയമത്തിലെ പഴയ കാലഘട്ടങ്ങളിലെ സങ്കല്പം അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ടൗണില് അതിന് ചുറ്റുമതിലുണ്ടാകും. അതിന് ഒരു വാതിലേ കാണുകയുള്ളൂ, അതിന് ഒരു താക്കോലേ കാണുകയുള്ളൂ. ആ താക്കോൽ കൊടുക്കുന്നത് പ്രധാനമന്ത്രിക്കായിരിക്കും രാജാവ് ഏൽപ്പിക്കുക, അത് തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരം. അങ്ങനെയാണ് യോസഫ് ഫറവോ രാജാവിന്റെ കാലഘട്ടത്തിലെ സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തത് ഈജിപ്തിന്റെ താക്കോൽ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എന്റെ പ്രതിനിധിയായിട്ട് ഇത് ഭരിക്കുന്നത് നീയായിരിക്കും. അതുപോലെ തന്നെ ഈശോ പറയുകയാണ്, ഇനി സഭയെ ഭരിക്കുന്നതിനുള്ള അധികാരം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം സഭയെ നയിക്കുവാനുള്ള അധികാരം ഏൽപ്പിച്ചത് യാക്കോബിനെയല്ല, തോമാശ്ലീഹായെയല്ല, യൂദാശ്ലീഹായെയല്ല, പത്രോസിനെയാണ്. അതുകൊണ്ട് ആ പത്രോസാകുന്ന തലവനായിരിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ആളുകൾ ചിലരുണ്ടോ, അതിപ്പോ എന്നാ കത്തോലിക്കരായാലെന്ന, യാക്കോബായാലെന്ന, ഓർത്തഡോക്സ് ആയാലെന്ന, അല്ലെങ്കിൽ പെന്തക്കോസ്തായാലെന്ന, എല്ലാം കർത്താവിനെ പറ്റിയല്ലേ, എല്ലാം ദൈവമല്ലേ, ഏത് മതമായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ചിലര് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ മതഭേദമായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ പോലെ മതഭേദമായാലും ദൈവം ഒരു ദൈവത്തിലാണ് വിശ്വസിച്ചാൽ മതി. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് ഒരു പ്രൊട്ടക്ഷൻകാർ മാത്രം അയച്ചു കളയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് ബൈബിളിൽ നിന്ന്. പത്രോസാകുന്ന പാറമേലാണ് ഞാൻ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പത്രോസാകുന്ന ആ പാറയുടെ അല്ലെങ്കിൽ പത്രോസിന്റെ പിൻഗാമിയാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പായും ആ മാർപ്പാപ്പ നിയോഗിച്ചിരിക്കുന്ന മെത്രാന്മാർ, ആ മെത്രാന്മാർ നിയോഗിച്ചിരിക്കുന്ന വൈദികര്, ആ വൈദികരുടെ വേണ്ടി പ്രതിനിധാനം ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന അൽമായര്, ഇവരോട് സഹകരിച്ചു വേണം നമുക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ, സഭയോടൊന്നിച്ച് പ്രവർത്തിക്കുവാൻ. ഇവരെ അധിക്ഷേപിക്കുമ്പോൾ അത് നരക കവാടത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഈ നരക കവാടങ്ങൾക്ക് ഇവരെ ഒന്നും തകർക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമുക്ക് ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ ജീവിക്കുന്ന ദൈവം ഏൽപ്പിച്ചു കൊടുത്ത പത്രോസിനെയും പത്രോസിന്റെ പിൻഗാമികളെയും അതവരുടെ പ്രതിനിധികളെയും അനുസരിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ആ വിശ്വാസത്തില് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അചഞ്ചലമായി നിലനിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കും.